ദൂരത്തും ചാരത്തും വീതികളിലും ഭവനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന നല്ലവരും പ്രബുദ്ധരും ഈശ്വരഭക്തരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവരാജ്യത്തിന്റെ സത്യസുവിശേഷത്തിന്റെ വിളംബരം ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്ത് നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 2000 വർഷമായി ലോകത്തിന്റെ കോണുകളിൽ മുഴങ്ങി കേൾക്കുന്ന ശബ്ദം, ഇന്നും നിലയ്ക്കാതെ നിൽക്കുന്ന ശബ്ദം, ഇത് നിർത്തിക്കളയുവാൻ അനവധി ഭരണകൂടങ്ങളും അനവധി സംഘടനകളും അനവധി വ്യക്തികളും എഴുന്നേറ്റുവെങ്കിലും ഇന്നും നിലയ്ക്കാതെ ലോകത്തിന്റെ നാനാ കോണുകളും മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് സുവിശേഷത്തിന്റെ ശബ്ദമാണ്. എന്തുകൊണ്ടാണ് സുവിശേഷത്തിന്റെ ശബ്ദം നിലയ്ക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ, മനുഷ്യനെ നിത്യജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, മനുഷ്യന്റെ അകത്ത് നിത്യസമാധാനം നൽകാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശം, അത് യേശു ക്രിസ്തുവിന്റെ സത്യ സുവിശേഷമാണ്. ഇന്ന് പകലത്തെ നമ്മുടെ ഭവനങ്ങളിൽ എത്തിച്ചേർന്ന പത്രമാധ്യമങ്ങൾ നിങ്ങൾ കണ്ടു കാണും. കേവലം 14 വയസ്സ് മാത്രം പ്രായമുള്ള 10ാം സ്റ്റാൻഡേർഡിൽ പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരുന്ന ഒരു കുട്ടി തന്റെ സഹപാഠികളുടെ മർദ്ദനമേറ്റ് മരണമടഞ്ഞ വാർത്തയാണ് ഇന്ന് പത്രത്തിലുണ്ടായിട്ടുള്ളത്. 2 വിഭാഗം കുട്ടികൾ തമ്മിൽ തെരുവിൽ തല്ലി അതിലൊരു കുട്ടി മരിക്കുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അറിഞ്ഞ മറ്റൊരു വാർത്തയാണ്, 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യൗവനക്കാരൻ തന്റെ അമ്മയെയും തന്റെ ഇളയ സഹോദരനെയും അതുപോലെ തന്റെ കുടുംബത്തിലെ ചില പ്രിയപ്പെട്ടവരെ ഏകദേശം 5 പേരെ നിഷ്കരുണം കൊലപ്പെടുത്തിയ വാർത്ത. ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേൾക്കുന്നു, വെള്ളറടയിൽ ഒരു പൈതൽ തന്റെ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിലും കേരളം ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള വാർത്തകളല്ല. കൂട്ടമായ കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി 18ഉം 19ഉം വയസ്സുള്ള യൗവനക്കാർ തെരുവീതികളിൽ പിടഞ്ഞു വീഴുന്നു. ഇങ്ങനെ എന്തൊക്കെ വാർത്തകളാണ് നമ്മുടെ ചുറ്റിലും വരുന്നത്. വിവാഹത്തിനു മുമ്പ് ഗർഭം ധരിക്കുന്ന സഹോദരിമാരും ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നിഷ്കരുണം കൊന്നുകളയുവാൻ മടിയില്ലാത്ത അമ്മമാരുമൊക്കെ ഉണ്ടാകുന്ന നാടായി നമ്മുടെ നാട് മാറുമ്പോ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന ചോദ്യം പലരും ഉയർത്താറുണ്ട്. ഇവിടെ സാംസ്കാരിക നായകന്മാർക്ക് കുറവില്ല, വീക്ഷണാശാലികളായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കുറവില്ല. മാത്രമല്ല, ഭംഗിയായി മനോഹരമായി നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന ഭരണകൂടങ്ങൾ നമുക്ക് നിലവിലുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, നിരവധി ഭരണ സംവിധാനങ്ങൾ നിലവിലുണ്ട്. പക്ഷേ മാധ്യമ പ്രവർത്തനങ്ങളുണ്ട്, നിരവധി ദൃശ്യമാധ്യമങ്ങളുണ്ട്, പത്രമാധ്യമങ്ങളുണ്ട്, അതിശക്തമായി സാമൂഹ്യ വിപത്തിനെതിരെ പ്രതികരിക്കുന്നവർ ഇവിടെയുണ്ട്. വിദ്യാഭ്യാസത്തിന് കുറവില്ല, സമ്പത്തിന് കുറവില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ ക്രിമിനൽ സ്വഭാവത്തിൽ നിന്ന്, തിന്മകളിൽ നിന്ന് നമുക്ക് മോചനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ചുരുക്കമായി ഒന്ന് വിവരിച്ച് ഈ സന്ദേശത്തെ ഞങ്ങൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ അകത്ത് കുടികൊള്ളുന്ന പാപമാണ് മനുഷ്യനെ കൊണ്ട് തിന്മ ചെയ്യിക്കുന്നത് എന്ന് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നു. സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കാനുള്ളത് തന്റെ പ്രവാചകന്മാരിലൂടെ എഴുതി നൽകപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു മതപ്രസംഗമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന രാഷ്ട്രീയമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ചരിത്രമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്നത് സാംസ്കാരികമായ ഒരു പ്രസംഗമല്ല. മറിച്ച് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത് മനുഷ്യന്റെ ആത്മരക്ഷയെ സംബന്ധിച്ച സന്ദേശമാണ്. മാനവകുലത്തിന്റെ ആത്മരക്ഷയ്ക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള ഏക സന്ദേശം അത് സത്യസുവിശേഷമാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, മനുഷ്യന്റെ അകത്ത് കുടികൊള്ളുന്ന പാപമാണ് അവൻ ഇത്തരത്തിലുള്ള തിന്മകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. തിന്മകൾ ദിനംതോറും സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഈ തിന്മകളിൽ നിന്ന് മനുഷ്യന് പുറത്തു വരുവാൻ ഒരു മാർഗമേ ഉള്ളൂ, പാപത്തിൽ നിന്ന് പുറത്തു വരിക. എന്താണ് പാപം?
പാപത്തെക്കുറിച്ച് വിവിധങ്ങളായ സങ്കല്പങ്ങളും വിവിധങ്ങളായ നിർവചനങ്ങളും വിവിധങ്ങളായ അഭിപ്രായങ്ങളും ദേശത്തുണ്ടാകാം. വിവിധങ്ങളായ അഭിപ്രായങ്ങൾ പലരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാകാം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വിശുദ്ധനായിട്ടാ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ഛായയിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, വിശുദ്ധിയിൽ ദൈവത്തോടൊപ്പം വസിക്കുവാൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഭൂമിയും ആകാശഗോളങ്ങളും ഇവിടെ കാണുന്ന പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഇവിടത്തെ മൃഗജാതികളും പക്ഷി ലതാദികളും ഉഴകവർഗങ്ങളും എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എന്നാ ദൈവത്തിന്റെ സൃഷ്ടിയിൽ എല്ലാ കാലത്തും ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒരു സൃഷ്ടിയുണ്ടെങ്കിൽ അത് മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് മനുഷ്യന്റെ സൃഷ്ടിക്ക് ഇത്ര പ്രാധാന്യം? അവൻ രണ്ടു കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് കൊണ്ട് മാത്രമല്ല, അവന് ചിന്താശേഷി ഉള്ളത് കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ അവന് ലോക കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള ശേഷി അവന്റെ അകത്ത് ഉള്ളത് കൊണ്ട് മാത്രവുമല്ല, അവനെ വ്യത്യസ്തനാക്കുന്നത് പക്ഷി മൃഗാദികൾക്ക് കൊടുക്കാതിരുന്ന ഒരു ആത്മാവിനെ ദൈവം അവന്റെ അകത്ത് നിക്ഷേപിച്ചു. ഇവിടത്തെ പക്ഷികൾക്കോ മൃഗാദികൾക്കോ ഭൂചരത്തിലുള്ള ഒരു വസ്തുവകൾക്കോ ഇല്ലാത്ത ആത്മാവ് ദൈവമാത്മാവാകുന്നു. ആ ദൈവത്തിന്റെ ഛായയായ ആത്മാവ് മനുഷ്യന്റെ അകത്ത് ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. ആ ആത്മാവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്താണെന്നറിയാമോ? അത് മുഴു ലോകത്തെക്കാളും വിലയുള്ളതാണ്. ഇവിടത്തെ അംബാനിയുടെയും അദാനിയുടെയും സകല കോടീശ്വരന്മാരുടെയും സകല സ്വത്തും ചേർത്തു വെച്ചാലും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ആത്മാവിന്റെ വിലയാകില്ല എന്ന് വേദപുസ്തകം പറയുന്നു. ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളെക്കാളും ഈ ലോകത്തിലുള്ള സകല സമ്പത്തും ഒരുമിച്ച് ചേർത്താലും മനുഷ്യന്റെ ആത്മാവിന്റെ വിലയാകില്ല. അത്ര വിലയുള്ള ഒരു ആത്മാവിനെ മനുഷ്യന്റെ അകത്ത് ദൈവം നിക്ഷേപിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം ആത്മാവാകുന്നത് കൊണ്ട് ആത്മാവുള്ളവന് മാത്രമേ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കാൻ കഴിയൂ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ദൈവത്തോടുള്ള സഹിത്വത്തിലും ദൈവത്തോടുള്ള സ്നേഹത്തിലും ജീവിക്കുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ അവന്റെ സ്വന്തം ഇഷ്ടത്തിലും ദൈവത്തോടുള്ള ആ ബന്ധത്തെ നഷ്ടപ്പെടുത്തി സ്വയം നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിഞ്ഞവൻ ജീവിക്കാൻ തുടങ്ങിയപ്പോ ദൈവത്തിൽ നിന്നുള്ള അവന്റെ ബന്ധം അറ്റുപോയി, നഷ്ടപ്പെട്ടുപോയി. അതിനെയാണ് പാപം എന്ന് പറയുന്നത്. പാപം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദൈവത്തോടുള്ള മനുഷ്യന്റെ ബന്ധം നഷ്ടപ്പെട്ടു പോയതാണ് പാപം. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയെ പാപി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തോട് ബന്ധമില്ലാത്തവനാണ് പാപി. ദൈവത്തോടുള്ള തന്റെ ബന്ധം നഷ്ടപ്പെടുത്തിയ മനുഷ്യന് വേദപുസ്തകം പറയുന്ന പേരാണ് പാപി. ഏക മനുഷ്യനിൽ നിന്നാണ് ഈ ഭൂമിയിലെ സകല മനുഷ്യവർഗവും ഉടലെടുത്തത് എന്ന് വേദപുസ്തകം പറയുന്നു. ദൈവം തന്റെ കൈ കൊണ്ട് മെനഞ്ഞെടുത്ത ഒരേ ഒരു മനുഷ്യൻ ആദാം എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യന്റെ അകത്തേക്കാണ് ദൈവം തന്റെ ജീവശ്വാസം ഊതി, തന്റെ നിത്യജീവൻ അവന്റെ അകത്തേക്കാണ് പകർന്നത്. എന്നാൽ അവൻ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയപ്പോ അവൻ ദൈവത്തിൽ നകന്നുപോയി, അവൻ ടൗണിൽ പാപം പ്രവേശിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഭൂമിയിൽ ജനിക്കുന്ന സകല ജനവും പാപത്തോടെ ജനിക്കുകയാണ്. അങ്ങനെ ആദാമിന്റെ മക്കളായി ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടെ ജനിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഞങ്ങൾ പറയാം, ഒരു മനുഷ്യന്റെ മക്കളാ ഭൂമിയിലുള്ള സകല മനുഷ്യനും. ആദാം എന്ന് പറയുന്ന ഏക മനുഷ്യന്റെ മക്കളാ. അതുകൊണ്ട് ഈ ഭൂതലത്തിലെ സകല മനുഷ്യനും സഹോദരി സഹോദരന്മാരാണെന്ന് വേദപുസ്തകം പറയുന്നു. അവ ഹിന്ദുവാകട്ടെ, മുസൽമാനാകട്ടെ, അതല്ലെങ്കിൽ പാഴ്സിയാകട്ടെ, സിഖുകാരനാകട്ടെ, അമേരിക്കക്കാരനാകട്ടെ, ഇംഗ്ലണ്ടുകാരനാകട്ടെ, കേരളീയനാകട്ടെ, ബംഗാളിയാകട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവനാകട്ടെ, സകലരും സഹോദരി സഹോദരന്മാരാണ്. എന്നാൽ ഒരു കാര്യം കൂടി സംഭവിച്ചു. ആദാമിന്റെ അകത്ത് പാപം പ്രവേശിച്ച മുതൽ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടെ ജനിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരുക്കോടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, താങ്കൾ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും എത്ര പാരമ്പര്യമുള്ള ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും, താങ്കൾ ഏത് ജാതി മത വർഗത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും താങ്കൾ പാപിയാണ്. കാരണം താങ്കൾക്ക് ദൈവത്തോട് ബന്ധമില്ല.
ഇത് ഞങ്ങൾ പറയുന്നതല്ല, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടെ ജനിക്കുന്നു. കാരണം ആദ്യ മനുഷ്യൻ പാപം ചെയ്തതു മുതൽ ദൈവത്തിൽ നിന്നുള്ള അവന്റെ ബന്ധം നഷ്ടപ്പെട്ടു പോയി, ദൈവത്തോടുള്ള അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി, ദൈവത്തോടുള്ള അവന്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പാപത്തിൽ വീണുപോയ മനുഷ്യൻ, അവന് നന്മ ചെയ്യാൻ കഴിയില്ല. അവൻ ആഗ്രഹമുണ്ട് നന്മ ചെയ്ത് ജീവിക്കണമെന്ന്, പക്ഷെ അവന് നന്മ ചെയ്യാൻ കഴിയില്ല എന്ന വേദപുസ്തകം പറയുന്നത്. ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇച്ഛിക്കുന്നത് നന്മയാണെങ്കിലും പുറത്തു വരുന്നത് പലപ്പോഴും തിന്മയാണ്. നമ്മൾ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പല ക്രിമിനൽ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നവരുടെ വാർത്തകൾ മാത്രം കേട്ടിട്ട് അവരെയൊക്കെ പാപിയെന്നും ക്രിമിനലുകളെന്നും മുദ്രകുത്തുമ്പോ വിശുദ്ധ ബൈബിൾ പറയുന്നു അവർ മാത്രമല്ല സകല മനുഷ്യനും പാപികളാണ്. കാരണം പാപം പ്രവൃത്തിയിൽ മാത്രമല്ല, മനുഷ്യന്റെ ചിന്തയിലും ബുദ്ധിയിലും ഉദിക്കുന്നതൊക്കെ പാപമാണ്. ഇവിടെ ആർക്കും പറയാൻ കഴിയില്ല എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒരു തിന്മയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് പറ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഒരു തിന്മയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്ന്. അസൂയയും പകയും പിണക്കവും സകല വിധത്തിലുള്ള തിന്മകളും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് കുടികൊള്ളുകയാ. അതുകൊണ്ട് പ്രവൃത്തിയിൽ വെളിപ്പെട്ടാലും പ്രവൃത്തിയിൽ വെളിപ്പെടാതെ മനസ്സിനകത്ത് ചിന്തിച്ചാൽ പോലും അത് പാപമാണ്. അതുകൊണ്ട് സകല മനുഷ്യനും പാപത്തിന്റെ കീഴിലാണ് എന്ന് ഈ തെരിക്കോണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ. എന്നാൽ പാപത്തിൽ വീണുപോയ മനുഷ്യനെ, ആ പാപത്തിന്റെ അടിമത്വത്തിൽ വീണുപോയ മനുഷ്യന് വേണ്ടി ദൈവം തീരുമാനിച്ചതാണ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. പാപത്തിൽ വീണുപോയ മനുഷ്യന് മരണം ദൈവം തീരുമാനിച്ചു. അതിൽ ഒന്നാമത്തെ മരണം ആത്മീക മരണം, രണ്ട് ശാരീരിക മരണം, മൂന്നാമത്തതാണ് അതികഠിനമായത്, അത് നിത്യമരണമാണ്. അതല്ലെങ്കിൽ ന്യായവിധിയാണ്. നിത്യനായ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി വേർപെട്ട് കെടാത്ത തീയുടെയും ചാകാത്ത പുഴുക്കളുടെയും നടുവിലേക്ക് നിത്യ നരകത്തിലേക്ക് ഒരു മനുഷ്യൻ മാറ്റപ്പെടുന്ന അനുഭവമാണ് ന്യായവിധി, നിത്യമായ ന്യായവിധി. അങ്ങനെ മൂന്ന് തരത്തിലുള്ള മരണം മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, അങ്ങനെ മനുഷ്യൻ പാപത്തിന്റെ അടിമത്തത്തിൽ വീണുപോയ മനുഷ്യനെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി. അതാണ് ഞങ്ങൾ ഈ തെരുക്കോണിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന യേശു ക്രിസ്തുവിന്റെ സത്യ സുവിശേഷം. പാപിയായ മനുഷ്യൻ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ അവൻ കണ്ടെത്തിയ നിരവധി മാർഗങ്ങളുണ്ട്. അവന്റെ സങ്കല്പങ്ങൾക്കകത്ത് അവൻ രൂപപ്പെടുത്തിയ പലതരത്തിലുള്ള ദൈവസങ്കല്പങ്ങളും അതിനെ ആരാധിക്കുവാനും അതിനെ തൃപ്തിപ്പെടുത്തുവാനും അവൻ കണ്ടെത്തിയ കർമ്മങ്ങളും ആചാരങ്ങളും, അങ്ങനെ ഗോത്രമതങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു. ഗോത്രമതങ്ങളുടെ ആധുനികവൽക്കരണമാണ് ഇന്ന് കാണുന്ന സകല മതങ്ങളും. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ, ഭാവിയായ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കണ്ടെത്തിയ മതങ്ങൾക്കും മത ആചാരങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നോമ്പുകൾക്കും പെരുന്നാളുകൾക്കും ഉത്സവങ്ങൾക്കും റാസാകൾക്കും കെട്ടുകാഴ്ചകൾക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അതിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം മനുഷ്യൻ പാപിയാണ്. പാപിയായ മനുഷ്യന്റെ കരങ്ങളിൽ നിന്ന് ദൈവം ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, അങ്ങനെ പാപത്തിൽ വീണുപോയ മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ, പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോ ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ദൈവത്തോടൊപ്പം, അതേ ദൈവത്തോടുള്ള സമത്വത്തിനകത്ത് വസിച്ചവൻ, ദൈവത്തിന്റെ കൂട്ടായ്മയിൽ വസിച്ചവൻ, ദൈവമായിരുന്നവൻ, ദൈവത്തിന്റെ സമത്വം മുറുകെ പിടിക്കാതെ ഈ താണഭൂമിയിൽ മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ പോലെ മനുഷ്യനായി ഇറങ്ങി വന്നു. അതാ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം: യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമായിരുന്നു. യേശു ക്രിസ്തു പൂർണ്ണ ദൈവമായിരുന്നു. ആരെങ്കിലുമൊക്കെ ആരാധിച്ചും ആരെങ്കിലുമൊക്കെ നേർച്ച കൊടുത്തും ആരെങ്കിലുമൊക്കെ ആരാധനാലയം പണിഞ്ഞ് അതിനകത്ത് പ്രതിഷ്ഠിച്ച ഒരു ദൈവത്തെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മറിച്ച് സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനെയാ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ,
യേശു ക്രിസ്തു സത്യദൈവമായിരുന്നു. അപ്പോൾ തന്നെ അവൻ മനുഷ്യരൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. എന്തുകൊണ്ട്? ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. ദൈവം ഭൂമിയിലേക്ക് വന്നപ്പോ പക്ഷിയായി വന്നില്ല, മൃഗമായി വന്നില്ല, ഏതെങ്കിലും വസ്തുവകയായി വന്നില്ല, മനുഷ്യനായിട്ടാ ഭൂമിയിൽ വന്നത്. കാരണം ഒരു മനുഷ്യന് മാത്രമേ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ദൈവം മനുഷ്യനായി തീർന്നു. ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നത് പലർക്കും ഒരു ഭോഷത്വമായി തോന്നാം, എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നു. യേശുക്രിസ്തുവിന്റെ പ്രത്യേകത, അവൻ ദൈവമായിരുന്നതുകൊണ്ട് അവനിൽ പാപമില്ലായിരുന്നു. അവൻ പരമപരിശുദ്ധനായിരുന്നു. അവൻ സത്യദൈവമായിരുന്നു. പാപമില്ലാതെ, പാപം ചെയ്യാതെ, ജന്മപാപമില്ലാതെ, കർമ്മപാപമില്ലാതെ, പാപത്തിന്റെ ചിന്തയില്ലാതെ, ആർക്കും പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താൻ കഴിയാത്തവനായി യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് 33.5 തിരുവയസ്സ് വരെ പാപത്തിന്റെ ചിന്ത പോലും ജീവിതത്തിൽ കടന്നു വരാതെ നന്മയുടെ പൂർണ്ണതയായി ഭൂമിയിൽ ജീവിച്ചു. ആ യേശുക്രിസ്തുവിന്റെ മേൽ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ചുമത്തപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ മേൽ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ചുമത്തപ്പെട്ടു. എന്റെയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെയും ദേശനിവാസികളെയും ലോകത്തിനോളം ജനിച്ചിട്ടുള്ള സകല മനുഷ്യന്റെയും പാപം യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടു. ആ യേശുവിനെ നോക്കിയിട്ട് യോഹന്നാൻ ശ്രാവകൻ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു നമ്മുടെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ ആത്യന്തിക ശിക്ഷയായ മരണം, വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ പാപത്തിന്റെ ശമ്പളമായ മരണം, പാപത്തിന്റെ ആത്യന്തിക ശിക്ഷയായ മരണത്തിലൂടെ യേശു കടന്നുപോയി. ഗബദാ മുതൽ ഗോൽഗോഥാ വരെ വീണുമെഴുന്നേറ്റും പച്ച പൈൻമര കുരിശുമെടുത്തുകൊണ്ട് തകർക്കപ്പെട്ടവനായി റോമൻ പടയാളികൾ അടിച്ചു തകർക്കപ്പെട്ട ശരീരത്തോടുകൂടി ഒരു മാംസപിണ്ഡം പോലെ 3 ആണികളിൽ മേൽ മുങ്ങി ക്രൂശിൽ കിടന്ന 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടവനായത് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു യാഗമായി തീർന്നതാണ്. യേശു ക്രിസ്തുവിന്റെ മരണം ഒരു കൊലപാതകമല്ല, ആത്മഹത്യയല്ല, സ്വാഭാവിക മരണമല്ല, മറിച്ച് യേശു ക്രിസ്തുവിന്റെ മരണം അത് ഒരു യാഗമായിരുന്നു. പാപപരിഹാര യാഗം, അല്ലെങ്കിൽ അകൃത്യയാഗം. യേശു ക്രിസ്തുവിന്റെ അകൃത്യയാഗത്തിലൂടെ മാനവകുലത്തിന്റെ പാപത്തിന് എന്നേക്കുമായി പരിഹാരം വരുത്തി. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ ആവേശത്തോടെ നിങ്ങളോട് പറയട്ടെ, ഇനി പാപപരിഹാരത്തിനായി തീർത്ഥാടനം വേണ്ട, കർമ്മങ്ങൾ വേണ്ട, ആചാരങ്ങൾ വേണ്ട, തിരുനാളുകൾ വേണ്ട, ഉത്സവങ്ങൾ വേണ്ട, നോമ്പുകൾ വേണ്ട. ഒരേ ഒരു മാർഗം, വിശ്വാസ മാർഗം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ്. 5 പൈസയുടെ ചിലവില്ലാതെ, ഒരു ദാനധർമ്മവും കൊടുക്കാതെ, ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഞാൻ പാപിയാണ്, എനിക്ക് രക്ഷ ആവശ്യമുണ്ട്, എന്നെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ യേശു എന്റെ പകരക്കാരനായി കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാ. എത്ര വലിയ കൊടും കുറ്റവാളിക്കും പാപം ക്ഷമിച്ചു കിട്ടുന്ന ഒരു സന്നിധി ഉലകത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സന്നിധിയാ. അവന്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് പകൽ പാപം ക്ഷമിച്ചു കിട്ടുന്ന ഒരേ ഒരിടം, അത് വലിയ ഭദ്രാസന പള്ളികളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളല്ല, നമ്മൾ കൊടുക്കുന്ന നേർച്ചകളല്ല, കാഴ്ചകളല്ല, കോഴിയെ വെട്ടുന്നതല്ല, ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളെ യാഗം കഴിക്കുന്നതല്ല, മറിച്ച് ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വീണ്ടെടുപ്പുണ്ട്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് യേശു ക്രിസ്തു തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി നമുക്ക് വീണ്ടെടുപ്പുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പുത്രത്വമുണ്ട്. അതുകൊണ്ടാ പറയുന്നേ, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ പുത്രത്വത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ഒരിക്കൽ പാപം ചെയ്ത് മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ദൈവത്തോടുള്ള ബന്ധം അത് തിരികെ ലഭിക്കുന്നതാണ് നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കാനുള്ള അനുഭവമാണ് നിത്യജീവൻ. നിത്യനായ ദൈവത്തിൽ നകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിച്ച് ദൈവത്തോടുള്ള സമാധാനത്തിൽ, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ, ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് അവനെ മടക്കി കൊണ്ടുവന്നത് ക്രിസ്തുവിന്റെ സത്യസുവിശേഷം, ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിയാഗമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി നിത്യജീവൻ ലഭിക്കുകയാണ്. ക്രിസ്തു
ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കൾക്കും ആ നിത്യജീവൻ ലഭിക്കും. അതുകൊണ്ടാ പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് പകൽ ഞങ്ങളുടെ സന്ദേശത്തിന് ഞങ്ങൾ അവസാനം കുറിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതുവരെ നിങ്ങൾക്ക് ആ നിത്യജീവൻ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പാപമോചനം പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ വീണ്ടെടുപ്പ് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾക്കും ഒരു മാനസാന്തരവും വീണ്ടുചെന്നവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. ഈ ശരീരത്തിൽ ജീവനോടിരിക്കുമ്പോൾ ഏറിയാൽ 70-80 അത് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നമ്മളൊക്കെ മാറ്റപ്പെടും. നമ്മുടെ ശരീരം മണ്ണോട് ചേരുന്നതിന് മുമ്പ് ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ യേശുവിനെ സ്വീകരിച്ച് യേശുവിൽ വിശ്വസിച്ച് ആ നിത്യജീവൻ പ്രാപിച്ചാൽ നിങ്ങൾക്കും മരണശേഷം ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിയും. അതുകൊണ്ട് ആ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നത്, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. മരണശേഷം ആരെങ്കിലും നടത്തുന്ന നേർച്ചകളും കാഴ്ചകളും ധൂപപ്രാർത്ഥനകളും സഞ്ചയനവും അടിയന്തരവും ഒന്നും കൊണ്ട് ആരെയും സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല. ഇവിടെ ജീവിച്ചിരിക്കുമ്പോ